നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മത്തങ്ങ കൊണ്ടുള്ള ഒരു ഒഴിച്ചേറിയാണ്. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിനായി ചെറിയ പീസ് മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇത് അറൗണ്ട് ഒരു 400 ഗ്രാം ഉണ്ടാവും. ഇതിൻ്റെ തോല് മാറ്റിയതിന് ശേഷം ചെറിയ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ളത്. ഇങ്ങനെ ചെറുതാക്കണം എന്നില്ല, വലുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഒരു കുക്കറിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന മത്തങ്ങക്കറി ഒരു സ്പെഷ്യലാണ്. അതായത് ഇതിലൊരു സ്പെഷ്യൽ ചേരുവ കൂടെ ചേർക്കുന്നുണ്ട്, അതായത് ടൊമാറ്റോ. നമ്മൾ സാധാരണ മത്തങ്ങക്കറി തയ്യാറാക്കുമ്പോൾ ടൊമാറ്റോ ചേർക്കാറില്ല, പക്ഷേ ഇന്ന് നമ്മൾ ടൊമാറ്റോ ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ വളരെ കുറച്ച് അളവിൽ ചേർത്താൽ മതിയാകും. അതായത് ഒരു ചെറിയ ടൊമാറ്റോ ആണെങ്കിൽ പകുതി, കുറച്ച് വലുതാണെങ്കിൽ 1/4 ഭാഗം, കൂടി പോകരുതേ. ഇനി എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്, 2 എണ്ണം മതിയാകും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്, കാരണം ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ ഒഴിച്ചേറി ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്പൈസ് ആയിട്ടിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ളത്. കൂടെ തന്നെ കരിവേപ്പിലയും കൂടെ ചേർത്തെടുക്കുക. കരിവേപ്പിലയും കൂടെ ചേർക്കുമ്പോൾ മത്തങ്ങ വേവിക്കുമ്പോൾ കരിവേപ്പിലയുടെ ഫ്ലേവറും കൂടി കിട്ടും. ഇനിയും നമുക്കിത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്തെടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ഒത്തിരി വെള്ളം ഒഴിക്കരുത്. ഈ മത്തങ്ങ മുങ്ങി കിടക്കുന്ന രീതിയിൽ മാത്രമേ വെള്ളം ഒഴിക്കാവൂ. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. കണ്ടോ, ഈ ഒരു അളവിൽ മാത്രമേ വെള്ളം ഒഴിക്കാവൂ. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുക്കാം. മത്തങ്ങ വേകുന്ന സമയം കൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ളൊരു കൂട്ട് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയിൽ ഒരു വലിയ ജാറിലോട്ട് 1/4 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം, 2 ചെറിയ ഉള്ളി കൂടെ ചേർക്കുന്നുണ്ട്. ഇതിൽ വെളുത്തുള്ളി ചേർക്കില്ല, ചെറിയ ഉള്ളി ചേർക്കുന്ന കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഇനി ആവശ്യത്തിന് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ച് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് തന്നെ കുക്കറിൻ്റെ വിസിലും വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വിസിലാകുമ്പോൾ തന്നെ മത്തങ്ങ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. മത്തങ്ങയ്ക്ക് അധികം കുക്കിംഗ് ടൈം ഇല്ല, അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വേഗം. ഇനി ഇതിൻ്റെ പ്രഷർ പോയതിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പണാക്കി നോക്കാം. കരിവേപ്പിലൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. മത്തങ്ങ പാകത്തിനൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. എല്ലാം ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കിടയ്ക്കൊന്ന് ഉടച്ചു കൊടുക്കുക. കാരണം നമ്മൾ ഈ കറിക്ക് കുറച്ചും കൂടി ഒരു കൊഴുപ്പ് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വേവിച്ച മത്തങ്ങ മൺചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യണം നിർബന്ധമില്ല, പക്ഷേ നാടൻ കറികൾ മൺചട്ടിയിൽ വെക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ചൂടോടെ തന്നെ ഇങ്ങനെ ആക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടും. ഇതിൽ നമ്മൾ ടൊമാറ്റോ ചേർത്തുകൊണ്ട് തന്നെ ചെറിയൊരു പുളി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ടൊമാറ്റോ ചേർക്കുമ്പോൾ കൂടി പോകരുത്. ഈ ഒരു കറിക്ക് മിതമായ പുളിയാണ് പാകത്തിനായിട്ടുള്ളത്. ഇനി ഫ്ലെയിം തീരെ സിമ്മിലാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇത് തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ അങ്ങ് പിരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഫ്ലെയിം തീരെ സിമ്മിലാക്കിയത്. എന്നാൽ അരപ്പിൻ്റെ ഒരു പച്ച ചുവ മാറുകയും വേണം. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കിക്കൊണ്ടിരുന്നാൽ തിളച്ച് പോവില്ല. അപ്പോൾ ഒരു തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കണം. അരപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ 1-2 മിനിറ്റ് ആ ഒരു അരപ്പ് ചൂടായതിന് ശേഷം ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. മത്തങ്ങ വെച്ചിട്ട് നമുക്ക് ഒത്തിരി റെസിപ്പീസ് തയ്യാറാക്കാം. മെയിനായിട്ട് പയറും കൂടെ ചേർത്താൽ എരിശ്ശേരി തയ്യാറാക്കാം, പുളിങ്കറി തയ്യാറാക്കാം. അങ്ങനെ ഒത്തിരി റെസിപ്പീസ് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. മത്തങ്ങ എന്ന് പറയുന്നത് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ ഒരു പച്ചക്കറിയാണ്. അതുപോലെ തന്നെ ഒത്തിരി ഗുണങ്ങളുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മടികളുള്ള ദിവസങ്ങളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചെറി കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഒരു കറി ഇല്ലാന്നുണ്ടെങ്കിലും ഈ ഒരു ഒഴിച്ചെറിയും മീൻ വറുത്തതോ അല്ലെങ്കിൽ ഒരു അച്ചാറോ മാത്രം മതി ഊണ് കഴിക്കാനായിട്ട്. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല, അതുപോലെ തന്നെ അടച്ച് വെക്കാനും പാടില്ല. അടച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തിളച്ച് പോകും, നമ്മൾ അറിയില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അങ്ങനെ ഇളക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 മുതൽ 4 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു, ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു, ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ തിള ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത്ര മതിയാകും. ഇനി നമുക്കിതൊന്ന് മാറ്റിയതിന് ശേഷം താളിച്ചും കൂടി ചേർക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ കടുക്, അതുപോലെ തന്നെ ചെറിയ സ്പൂണ് ഉഴുന്നുപരിപ്പ് മസ്റ്റായിട്ട് ചേർക്കണേ. കൂടെ തന്നെ വറ്റൽമുളകും കരിവേപ്പിലയും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. താളിക്കുമ്പോൾ മസ്റ്റായിട്ട് ചേർക്കേണ്ടതാണ് ഉഴുന്നുപരിപ്പ്. ഇവ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ താളിച്ച റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടോടെ തന്നെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ ലിഡ് അടച്ചതിന് ശേഷം ഒരു 5 മുതൽ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദേറിയ മത്തങ്ങ ഒഴിച്ചേറി റെഡി ആയിട്ടുണ്ട്.
ഇപ്പോൾ കറിയുടെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. കറി ചെറുതായിട്ട് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടും. കണ്ടോ, മുന്നത്തെ കാട്ടിലും കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ടുണ്ട്. എന്ത് ഈസിയല്ലേ ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഞാനിന്ന് ചോറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ഒരു മീൻ വറുത്തതോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു അച്ചാറോ മാത്രം മതി കേട്ടോ നന്നായിട്ട് ഊണ് കഴിക്കാനായിട്ട്. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുതേ. പറ്റുന്ന പോലെ സന്തോഷിച്ചിട്ടിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്